നമസ്കാരം, ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. യുകെയിൽ അനധികൃത കുടിയേറ്റക്കാരുടെ നുഴഞ്ഞുകയറ്റം വർദ്ധിക്കുന്നു. കഴിഞ്ഞ ദിവസം ഇംഗ്ലീഷ് ചാനൽ കടന്ന് ബ്രിട്ടനിലെത്തിയത് 230 അനധികൃത കുടിയേറ്റക്കാർ. ലേബർ സർക്കാരിന്റെ ഇംഗ്ലീഷ് ചാനൽ വഴിയുള്ള അനധികൃത കുടിയേറ്റം തടയാനുള്ള പദ്ധതികളെല്ലാം പൊളിഞ്ഞു. ഫ്രാൻസിൽ നിന്നും കഴിഞ്ഞ ദിവസം ഇവിടെ എത്തിയത് ഒരു ബോയിംഗ് 737 ജെറ്റ് വിമാനത്തിൽ കൊള്ളാവുന്നതിലധികം പേർ. ഹോം സെക്രട്ടറിയും ഡിപ്പാർട്ട്മെന്റും കാര്യക്ഷമതയില്ലാതെയാണ് പ്രവർത്തിക്കുന്നതെന്ന ആരോപണവുമായി കൺസർവേറ്റീവ് പാർട്ടി. ഒരാളെ ബ്രിട്ടനിലെത്തിക്കാൻ മനുഷ്യക്കടത്ത് മാഫിയ ഈടാക്കുന്നത് 2000 പൗണ്ട്. മനുഷ്യക്കടത്ത് സംഘത്തിന് ഒരൊറ്റ യാത്ര കൊണ്ട് മാത്രം ലഭിക്കുന്നത് 4.5 ലക്ഷം പൗണ്ടിന്റെ ലാഭം. ചാനൽ വഴിയുള്ള കുടിയേറ്റം തടയുന്ന കാര്യത്തിൽ ഹോം ഡിപ്പാർട്ട്മെന്റിന്റെ പരാജയം ബ്രിട്ടനെ മറ്റു രാജ്യക്കാരുടെ മുൻപിൽ ഒരു പരിഹാസ്യ കഥാപാത്രമാക്കി മാറ്റിയെന്ന ആരോപണം ഉന്നയിച്ച് ക്രിസ് ഫിലിപ്പ്. യുകെയിൽ യൂണിവേഴ്സിറ്റി പഠനം പൂർത്തിയാക്കി ഇറങ്ങുന്ന വിദ്യാർത്ഥിയുടെ ചുമലിൽ വൻ കടബാധ്യത വരാൻ പോകുന്നു എന്ന് ഞെട്ടിക്കുന്ന റിപ്പോർട്ട്. വിദ്യാഭ്യാസ ചെലവിന്റെ വലിയൊരു ഭാഗം സർക്കാർ വിദ്യാർത്ഥികളിലേക്ക് കൈമാറിയതോടെയാണ് വൻ കടബാധ്യത ആശങ്കയായി മാറുന്നത്. ബിരുദധാരികൾക്ക് വൻ കടബാധ്യതയും ഉയർന്ന നികുതി നിരക്കുകളും നേരിടേണ്ടി വരുമെന്ന് പഠന റിപ്പോർട്ട്. ഇത് യുവതലമുറയുടെ സാമ്പത്തിക ഭാവിയെ ബാധിക്കുന്ന ടിക്കിംഗ് ടൈം ബോംബെന്ന് മുന്നറിയിപ്പ്. 2010 ശേഷം തുടർച്ചയായ സർക്കാരുകൾ ഇംഗ്ലണ്ടിലെ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ ചെലവ് വർദ്ധിപ്പിച്ചുവെന്നും സ്റ്റുഡന്റ് ലോൺ പ്ലാൻ 5 യുവ ബിരുദധാരികളുടെ തിരിച്ചടവ് ബാധ്യത കൂടുതൽ സങ്കീർണമാക്കിയെന്നും വിമർശനം. ന്യൂ ഫോറസ്റ്റിലെ കാട്ടുതീ അണയ്ക്കാൻ കഴിയാതെ കടുത്ത ആശങ്കയിൽ അധികൃതർ. കാട്ടുതീ പടരുമ്പോൾ പ്രദേശവാസികൾ തങ്ങളുടെ കാറുകൾ ഉപേക്ഷിച്ച് സുരക്ഷിതമായ ഇടങ്ങൾ തേടി കാൽനട യാത്ര നടത്തുന്നു. ഇംഗ്ലണ്ടിന്റെ 71.3% പ്രദേശങ്ങളെ വരൾച്ച ബാധിച്ചതായി നാഷണൽ ട്രോട്ട് ഗ്രൂപ്പ്. ഏകദേശം 45 ദശലക്ഷം ആളുകളെ ഇത് പ്രതികൂലമായി ബാധിക്കുമെന്നും സ്ഥിതിഗതികൾ കൂടുതൽ വഷളാകുമെന്നും മുന്നറിയിപ്പ് നൽകി കാലാവസ്ഥാ വിദഗ്ധർ. ഇംഗ്ലണ്ടിലെയും വെയിൽസിലെയും 27 ദശലക്ഷം പേർക്ക് ഹോസ് പൈപ്പ് നിരോധനം ഏർപ്പെടുത്തി സർക്കാർ. കടുത്ത നടപടികളിലേക്ക് അധികൃതർ കടന്നിരിക്കുന്നത് രാജ്യത്തിന്റെ ചില പ്രദേശങ്ങളിൽ പ്രതീക്ഷിച്ച മഴ ലഭിക്കാത്ത സാഹചര്യത്തിൽ. ഇംഗ്ലണ്ടിന്റെ 3/4 പ്രദേശങ്ങളും വരൾച്ച ബാധിത പ്രദേശങ്ങളായി പ്രഖ്യാപിച്ച് സർക്കാർ. ഇറാന്റെ വധഭീഷണിയിൽ വിരണ്ട് ട്രംപ്. നാറ്റോ ഉച്ചകോടിക്ക് ശേഷം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മടങ്ങിയത് സൈനിക വിമാനത്തിൽ. തുർക്കിയിലെ അങ്കാറ വിമാനത്താവളത്തിൽ നിന്ന് പഴയ എയർഫോഴ്സ് 1 വിമാനത്തിൽ കയറിയ ട്രംപിനെ പിന്നീട് രഹസ്യമായി മറ്റൊരു സൈനിക വിമാനത്തിലേക്ക് മാറ്റിയെന്ന് സൂചന. മാധ്യമപ്രവർത്തകരെയും ഫോട്ടോഗ്രാഫർമാരെയും അഭിവാദ്യം ചെയ്ത ശേഷം വിമാനത്തിൽ കയറിയ US പ്രസിഡന്റിനെ വിമാനത്തിൽ നിന്നിറക്കി കാറ്ററിംഗ് ട്രക്കിലേക്ക് കയറ്റിയെന്നും തുടർന്ന് എയർഫോഴ്സ് C-32A എന്ന സൈനിക വിമാനത്തിലേക്ക് മാറ്റിയെന്നുമുള്ള നിർണായക വിവരം പുറത്ത്. ഇറാന്റെ വധഭീഷണിയെ തുടർന്നാണ് വിമാനം മാറി സഞ്ചരിച്ചതെന്ന് റിപ്പോർട്ടുകൾ. ഇറാന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെടുകയും ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തതിന് ഇറാൻ നഷ്ടപരിഹാരം നൽകണമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ട്രംപിന്റെ ആവശ്യം 5 മാസത്തെ യുദ്ധത്തിൽ സംഭവിച്ച നാശനഷ്ടങ്ങൾക്ക് US നഷ്ടപരിഹാരം നൽകണമെന്ന ഇറാന്റെ ആവശ്യത്തോടുള്ള പ്രതികരണത്തിൽ. US ഇറാൻ ചർച്ചകളിലോ യോഗങ്ങളിലോ ഒരിക്കലും നഷ്ടപരിഹാരം സംബന്ധിച്ച് പരാമർശിച്ചിട്ടില്ലായിരുന്നിട്ടും അവർ ഇപ്പോൾ ഈ ആവശ്യം ഉന്നയിക്കുകയാണെന്നും ട്രംപ്. ഇറാന്റെ സമുദ്രാതിർത്തിയിൽ US ഏർപ്പെടുത്തിയ നാവിക ഉപരോധം ഉൾപ്പെടെയുള്ള സൈനിക നടപടികൾ പൂർണ്ണമായും പിൻവലിക്കാതെ ഹോർമൂസ് കടലിടുക്ക് തുറക്കില്ല എന്ന ഉറച്ച നിലപാടിൽ ഇറാൻ വിദേശകാര്യ വക്താവ് ഇസ്മായിൽ ബാഗായി. പടിഞ്ഞാറൻ കൊളംബിയയിൽ അതിശക്തമായ ഭൂകമ്പം. റിക്ടർ സ്കെയിലിൽ 7.4 തീവ്രത രേഖപ്പെടുത്തിയ ശക്തമായ ഭൂകമ്പത്തിൽ മരണപ്പെട്ടത് 132 പേർ. 570ഓളം പേർക്ക് പരിക്ക്. ഈ നൂറ്റാണ്ടിൽ ദക്ഷിണ അമേരിക്കൻ രാജ്യമായ കൊളംബിയ നേരിട്ട ഏറ്റവും ശക്തമായ ഭൂകമ്പമെന്ന് റിപ്പോർട്ട്. തകർന്നു വീണ 100 കണക്കിന് കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നവർക്കായുള്ള അടിയന്തര രക്ഷാപ്രവർത്തനം വിവിധ നഗരങ്ങളിൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ പുരോഗമിക്കുന്നു. കൂടുതൽ തുടർചലനങ്ങൾ ഉണ്ടായേക്കാമെന്ന് കൊളംബിയൻ ജിയോളജിക്കൽ സർവീസിന്റെ മുന്നറിയിപ്പ്. ദുരന്തം പുതിയ കൊളംബിയൻ സർക്കാരിന് മുന്നിലെ ആദ്യത്തെ പ്രതിസന്ധി. ഭൂകമ്പത്തിനു പിന്നാലെ 21 തുടർചലനങ്ങൾ ഉണ്ടായതായും കുറഞ്ഞത് 1575 വീടുകളും 18 ആരോഗ്യ കേന്ദ്രങ്ങളും 52 സ്കൂളുകളും തകർന്നതായും പ്രസിഡന്റ്. ഇന്ത്യൻ പാർലമെന്റിൽ പ്രതിപക്ഷ പ്രതിഷേധത്തിൽ ലോക്സഭയും രാജ്യസഭയും ഇന്നും സ്തംഭിച്ചു. വിദ്യാർത്ഥികൾക്ക് നേരെ പെല്ലറ്റ് ഗൺ ഉപയോഗിക്കാൻ ആര് അനുമതി നൽകിയെന്ന് സർക്കാർ വ്യക്തമാക്കണമെന്ന ആവശ്യം ശക്തം. സംഭവത്തിൽ പ്രധാനമന്ത്രി മാപ്പ് പറയണമെന്നും അയോധ്യ സംഭാവന കൊള്ളയിൽ അടിയന്തര ചർച്ച വേണമെന്നും ശക്തമായ ആവശ്യം ഉന്നയിച്ച് പ്രതിപക്ഷ ബഹളം. പാർലമെന്റ് സമ്മേളനം വ്യാഴാഴ്ച അവസാനിക്കാനിരിക്കെ FCRA ഭേദഗതി ബിൽ സഭയിൽ കൊണ്ടുവരാൻ സർക്കാർ നീക്കം. പ്രതിപക്ഷം നിരന്തരം ആവശ്യങ്ങൾ മാറ്റിമറിക്കുകയാണെന്നും കോൺഗ്രസ് ഗോൾ പോസ്റ്റ് മാറിക്കൊണ്ടിരിക്കുകയാണെന്നും JP നദ്ദ. ശബരിമല നെയ് ക്രമക്കേടിൽ ഉന്നതരുടെ പങ്കും അന്വേഷിക്കാൻ നീക്കം നടക്കുന്നതായി വിവരം.
ടെൻഡർ അട്ടിമറിക്കാൻ രാഷ്ട്രീയ സമ്മർദ്ദം ഉണ്ടായി എന്ന് സംശയം. PS പ്രശാന്തിനെയും അച്ചുകുമാറിനെയും SIT കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യും. ടെൻഡർ അട്ടിമറിച്ചതിലൂടെ 2.3 കോടിയുടെ നഷ്ടം ബോർഡിനുണ്ടായി എന്ന് നിർണായക കണ്ടെത്തൽ. പമ്പയിലെ ബോർഡ് ജീവനക്കാർക്കും സ്റ്റോർ സൂപ്രണ്ടിനും വീഴ്ചയുണ്ടായി എന്നും ശബരിമലയ്ക്ക് പുറമെ കൂടുതൽ ക്ഷേത്രങ്ങളിലേക്ക് നെയ്യ് എത്തിച്ചതായും വിവരം. മിൽമയ്ക്ക് കരാർ ലഭിക്കുന്നതിന് പ്രശാന്തിന്റെ നേതൃത്വത്തിൽ വഴിവിട്ട ഇടപെടൽ നടത്തിയെന്ന് പ്രത്യേക അന്വേഷണ സംഘം. ഡൽഹിയിൽ സമരം ചെയ്ത വിദ്യാർത്ഥികളെ അധിക്ഷേപിക്കുന്ന പരാമർശം നടത്തിയ RSS സഹയാത്രികൻ TG മോഹൻദാസിനെതിരെ സർക്കാർ ചുമത്തിയത് ദുർബലമായ വകുപ്പുകളെന്ന് സാമൂഹ്യ പ്രവർത്തകയും പരാതിക്കാരിയുമായ സീന ഭാസ്കർ. ആഭ്യന്തര വകുപ്പ് നിയമത്തെ പ്രഹസനമാക്കിയെന്ന് സീന ഭാസ്കർ. അധികാരത്തിലിരിക്കുന്നവരുടെ സൗകര്യത്തിന് ഉപയോഗിക്കാനുള്ളതല്ല നിയമമെന്നും ക്രിമിനൽ വൽകൃതമായ കുറ്റം ചെയ്തിട്ടും നിസ്സാര വകുപ്പുകളാണ് മോഹൻദാസിനെതിരെ ചുമത്തിയതെന്നും സീന ഭാസ്കർ. വാർത്തകൾ വിശദമായി. ഇന്നലെ തിങ്കളാഴ്ച ഒരു ഡെങ്കി ബോട്ടിൽ 230 അനധികൃത കുടിയേറ്റക്കാരാണ് ഇംഗ്ലീഷ് ചാനൽ കടന്ന് ബ്രിട്ടനിലെത്തിയത്. ഇതോടെ ലേബർ സർക്കാരിന്റെ ചാനൽ വഴിയുള്ള അനധികൃത കുടിയേറ്റം തടയാനുള്ള പദ്ധതികളെല്ലാം തന്നെ പരിഹാസ്യപാത്രമായിരിക്കുകയാണ്. ഒരു ബോയിങ് 737 ജെറ്റ് വിമാനത്തിൽ കൊള്ളാവുന്നതിലധികം പേരാണ് ഇന്നലെ ഫ്രാൻസിൽ നിന്നും ഇവിടെ എത്തിയത്. ഇതോടെ ഹോം സെക്രട്ടറിയും ഡിപ്പാർട്ട്മെന്റും കാര്യക്ഷമത ഇല്ലാതെയാണ് പ്രവർത്തിക്കുന്നതെന്ന ആരോപണവുമായി കൺസർവേറ്റീവ് പാർട്ടി രംഗത്തെത്തി. ഇംഗ്ലീഷ് ചാനൽ വഴിയുള്ള കുടിയേറ്റം തടയുന്നതിൽ സർക്കാരിന്റെ നടപടികൾ വിജയം കാണുന്നു എന്ന് ആന്റി ബെർണ പ്രഖ്യാപിച്ച് കേവലം 2 ആഴ്ച മാത്രം കഴിഞ്ഞപ്പോഴാണ് റെക്കോർഡെണ്ണം കുടിയേറ്റക്കാരുമായി തിങ്കളാഴ്ച ഒരു ബോട്ട് എത്തിയിരിക്കുന്നത്. 49 അടി നീളമുള്ള ഈ ബോട്ട് ഇതിനു മുൻപെത്തിയ ഏറ്റവും വലിയ ബോട്ടിനേക്കാൾ 7 അടി നീളം കൂടുതലുള്ളതാണ്. മാത്രമല്ല ഒരു സാധാരണ ഡബിൾ ഡെക്കർ ബസിനേക്കാൾ 10 അടി നീളം കൂടുതലുമുണ്ട്. ഒരാളെ ബ്രിട്ടനിലെത്തിക്കാൻ 2000 പൗണ്ട് വരെ ഈടാക്കിയെന്നാണ് ചില റിപ്പോർട്ടുകൾ പറയുന്നത്. അതായത് ഈ ഒരു യാത്ര കൊണ്ട് മാത്രം മനുഷ്യക്കടത്ത് സംഘത്തിന് 4.5 ലക്ഷം പൗണ്ടിന്റെ ലാഭമാണ് ലഭിച്ചിരിക്കുന്നത് എന്നർത്ഥം. ചാനൽ വഴിയുള്ള കുടിയേറ്റം തടയുന്ന കാര്യത്തിൽ ഹോം ഡിപ്പാർട്ട്മെന്റിന്റെ പരാജയം ബ്രിട്ടനെ മറ്റു രാജ്യക്കാരുടെ മുൻപിൽ ഒരു പരഹാസ്യ കഥാപാത്രമാക്കി മാറ്റിയിരിക്കുകയാണെന്ന് ഷാഡോ ഹോം സെക്രട്ടറി ക്രിസ് ഫിലിപ്പ് ആരോപിച്ചു. തികഞ്ഞ പരാജയമായ ഒരു സംവിധാനത്തിനാണ് ഷബാന മഹ്മൂദ് നേതൃത്വം നൽകുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. നികുതിദായകരുടെ 660 മില്യൺ പൗണ്ടാണ് ഷബാന മഹ്മൂദ് ഫ്രഞ്ച് സർക്കാരിന് കൈമാറിയതെന്ന് ചൂണ്ടിക്കാട്ടിയ ക്രിസ് ഫിലിപ്പ്, പക്ഷേ അനധികൃത കുടിയേറ്റക്കാർ ബോട്ടുകളിൽ കയറി യാത്ര തിരിക്കുന്നത് നിശബ്ദമായി നോക്കി നിൽക്കുക മാത്രമാണ് ഫ്രഞ്ച് അധികൃതർ ചെയ്യുന്നതെന്നും ആരോപിച്ചു. ഇത്രയും വലുപ്പമുള്ള ഒരു ബോട്ട് തടയാൻ എന്തുകൊണ്ട് ഫ്രഞ്ച് അധികൃതർക്ക് കഴിഞ്ഞില്ല എന്നും അദ്ദേഹം ചോദിച്ചു. മാത്രമല്ല കുടിയേറ്റക്കാർ ബോട്ടിൽ കയറുന്നത് ഫ്രഞ്ച് പോലീസ് നിശബ്ദമായി നോക്കി നിൽക്കുന്ന ദൃശ്യം താൻ അടുത്തിടെ കണ്ടതാണെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. അനധികൃത അഭയാർത്ഥി പ്രവാഹം തടയുന്നതിൽ ആന്റി ബെർണാമിന് ആത്മാർത്ഥതയുണ്ടെങ്കിൽ അദ്ദേഹം ആദ്യം ചെയ്യേണ്ടത് യൂറോപ്യൻ മനുഷ്യാവകാശ കൺവെൻഷനിൽ നിന്നും വിട്ടുപോവുക എന്നതാണെന്നും ക്രിസ് ഫിലിപ്പ് പറഞ്ഞു. അനധികൃതമായി എത്തുന്നവരെയൊക്കെ ഉടനടി നാടുകടത്താൻ തുടങ്ങിയാൽ തന്നെ ഈ അഭയാർത്ഥി പ്രവാഹം നിയന്ത്രിക്കാൻ സാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഈ വർഷം ഇതുവരെ 15,242 അഭയാർത്ഥികളാണ് ബ്രിട്ടനിലെത്തിയിട്ടുള്ളത്. ഇതിൽ ഇന്നലെ മെഗാ ബോട്ടിൽ വന്നവരൊഴിച്ച് 2,773 പേർ വേണം പ്രധാനമന്ത്രിയായ ജൂലൈ 20 ശേഷം ഇവിടെ എത്തിയവരാണ്. ബോട്ടുകളിൽ അനധികൃതമായി അഭയാർത്ഥികൾ എത്തുന്നത് ഒരു സുരക്ഷാ അടിയന്തരാവസ്ഥയായി പ്രഖ്യാപിക്കണമെന്ന് നൈജൽ ഫരാജും ആവശ്യപ്പെട്ടിട്ടുണ്ട്. UK-യിൽ യൂണിവേഴ്സിറ്റി പഠനം പൂർത്തിയാക്കി ഇറങ്ങുന്ന വിദ്യാർത്ഥികളുടെ ചുമലിൽ വൻ കടബാധ്യത വരാൻ പോകുന്നു. വിദ്യാഭ്യാസത്തിന്റെ ചെലവിന്റെ വലിയൊരു ഭാഗം വിദ്യാർത്ഥികളിലേക്ക് കൈമാറിയതോടെ ഇനി ബിരുദധാരികൾക്ക് വൻ കടബാധ്യതയും ഉയർന്ന നികുതി നിരക്കുകളും നേരിടേണ്ടി വരുമെന്ന് പഠന റിപ്പോർട്ട്. ഇത് യുവതലമുറയുടെ സാമ്പത്തിക ഭാവിയെ ബാധിക്കുന്ന ടിക്കിംഗ് ടൈം ബോംബാണെന്നാണ് മുന്നറിയിപ്പ്. UK-യിൽ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ വ്യാഴാഴ്ച A ലെവൽ ഫലം കാത്തിരിക്കുകയാണ്. ഇവരിൽ പലരും ഫലം ലഭിച്ച ശേഷം യൂണിവേഴ്സിറ്റി പഠനത്തിലേക്ക് കടക്കും. എന്നാൽ മുൻ തലമുറയിലെ ബിരുദധാരികളെക്കാൾ കടുത്ത സാമ്പത്തിക ബാധ്യതകളാണ് ഇവരെ കാത്തിരിക്കുന്നതെന്ന് ഇന്റർ ജനറേഷണൽ ഫൗണ്ടേഷൻ തയ്യാറാക്കിയ പഠനം പറയുന്നു. 2023 ഓഗസ്റ്റിൽ നിലവിൽ വന്ന സ്റ്റുഡന്റ് ലോൺ പ്ലാൻ 5 യുവ ബിരുദധാരികളുടെ തിരിച്ചടവ് ബാധ്യത കൂടുതൽ കടുപ്പിച്ചു. 2010 ശേഷം തുടർച്ചയായ സർക്കാരുകൾ ഇംഗ്ലണ്ടിലെ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ ചെലവ് വർദ്ധിപ്പിച്ചുവെന്നാണ് റിപ്പോർട്ടിന്റെ വിലയിരുത്തൽ. പ്ലാൻ 1 കാലത്തെ വിദ്യാർത്ഥികളുമായി താരതമ്യം ചെയ്യുമ്പോൾ നിലവിലെ ബിരുദധാരികൾ തിരിച്ചടയ്ക്കുന്ന തുക ഇരട്ടിയിലധികമാണെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. നിലവിലെ വിദ്യാർത്ഥികൾ തൊഴിൽ രംഗത്തേക്ക് പ്രവേശിക്കുമ്പോൾ മുൻ തലമുറകളെക്കാൾ കടുത്ത തിരിച്ചടവ് വ്യവസ്ഥകളെ നേരിടേണ്ടി വരും. ഇത് പലരുടെയും കരിയറിനെയും ഭാവി നിലനിൽപ്പിനെയും ബാധിക്കാനിടയുണ്ട്. ചാൾസ് രാജാവ് മരണപ്പെട്ടു എന്ന വ്യാജ വാർത്ത പ്രക്ഷേപണം ചെയ്ത റേഡിയോ സ്റ്റേഷൻ ഓഫ്കോം നിയമങ്ങൾ ലംഘിച്ചതായി കണ്ടെത്തി. ഭാര്യമാർ ഷോ നടക്കുന്നതിനിടയിലായിരുന്നു റേഡിയോ കരോലിൻ ഈ വ്യാജ വാർത്ത പ്രക്ഷേപണം ചെയ്തത്. മരണമടഞ്ഞ ചാൾസ് മൂന്നാമൻ രാജാവിനോടുള്ള ആദര സൂചകമായി സാധാരണ പ്രക്ഷേപണം ചെയ്യാറുള്ള പരിപാടികൾ ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ നിർത്തിവെക്കുന്നതായും അവർ അറിയിച്ചിരുന്നു. ചാൾസ് രാജാവ് മരിച്ചെന്ന് പ്രഖ്യാപിച്ച് പരിപാടികൾ റദ്ദ് ചെയ്ത് ബ്രിട്ടീഷ് റേഡിയോ സ്റ്റേഷൻ.
ഓഫ്കോം നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് മരണമടഞ്ഞ ചാൾസ് മൂന്നാമൻ രാജാവിനോടുള്ള ആദര സൂചകമായി സാധാരണ പ്രക്ഷേപണം ചെയ്യാറുള്ള പരിപാടികൾ ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ നിർത്തിവെക്കുന്നതായും അവർ അറിയിച്ചിരുന്നു എന്നാണ് റിപ്പോർട്ട്. കഴിഞ്ഞ മെയ് മാസത്തിൽ നടന്ന ഈ സംഭവത്തിൽ പിന്നീട് അവർ ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. വാർത്ത സംപ്രേഷണം ചെയ്തതിനു ശേഷം എസെക്സ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന റേഡിയോ സ്റ്റേഷൻ ദേശീയഗാനം പ്രക്ഷേപണം ചെയ്യുകയും പിന്നീട് 16 മിനിറ്റോളം മൗനം ആചരിക്കുകയും ചെയ്തു. അതിനുശേഷമായിരുന്നു മറ്റൊരു അവതാരകൻ എത്തി വാർത്ത തെറ്റാണെന്നും ഇക്കാര്യത്തിൽ പിഴവ് പറ്റിയെന്നും അറിയിച്ച് ക്ഷമാപണം നടത്തിയത്. തെറ്റായ വാർത്ത വായിച്ച അവതാരകൻ തനിക്ക് പറ്റിയ തെറ്റ് മനസ്സിലാക്കിയതോടെ പരിഭ്രാന്തനായ സ്റ്റേഷനിൽ നിന്നും പുറത്തു പോവുകയായിരുന്നു. റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന വാർത്തകൾ നിഷ്പക്ഷവും കൃത്യവുമായിരിക്കണമെന്ന് അനുശാസിക്കുന്ന റൂൾ 5.1-ഉം വാർത്തയിലെ തെറ്റ് തിരിച്ചറിഞ്ഞാൽ ഉടനടി തിരുത്തണമെന്ന റൂൾ 5.2-ഉം റേഡിയോ സ്റ്റേഷൻ ലംഘിച്ചതായാണ് ഓഫ്കോം കണ്ടെത്തിയിരിക്കുന്നത്. പൊതുസമൂഹത്തിൽ ഏറെ പ്രാധാന്യമുള്ള വാർത്ത കൃത്യതയില്ലാതെ നൽകിയത് അതീവ ഗൗരവമുള്ള വിഷയമായാണ് എടുത്തിരിക്കുന്നതെന്നും ഓഫ്കോം പറഞ്ഞു. GP-മാരുമായുള്ള നേരിട്ടുള്ള അപ്പോയിന്റ്മെന്റ് വെട്ടിക്കുറയ്ക്കുന്നത് രോഗികളുടെ സുരക്ഷയ്ക്ക് അപകടകരമായി മാറുന്നുവെന്ന് ഡോക്ടർമാരുടെ മുന്നറിയിപ്പ്. GP അപ്പോയിന്റ്മെന്റുകൾ ലഭിക്കുന്നത് എളുപ്പമാക്കാനുള്ള ശ്രമങ്ങൾ അതിനാൽ തിരിച്ചടിച്ചതായാണ് ഡോക്ടർമാരുടെ വിലയിരുത്തൽ. കഴിഞ്ഞ ഒക്ടോബർ 1 മുതൽ ഇംഗ്ലണ്ടിലെ എല്ലാ GP പ്രാക്ടീസുകളും ഓൺലൈനിലൂടെ അന്വേഷണങ്ങളും ബുക്കിംഗ് അപേക്ഷകളും സ്വീകരിക്കണമെന്നായിരുന്നു പ്രധാന മാറ്റം. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 8:30 മുതൽ വൈകുന്നേരം 6 വരെ സമയങ്ങളിൽ ഈ അപേക്ഷ സ്വീകരിക്കണം. എന്നാൽ ഇതിന്റെ ഫലമായി രോഗികൾക്ക് നൽകുന്ന അപ്പോയിന്റ്മെന്റുകളുടെ എണ്ണം കുറയുകയാണ് ചെയ്തതെന്ന് GP-മാർക്കും പ്രാക്ടീസ് മാനേജർമാർക്കും ഇടയിൽ നടത്തിയ സർവേയിൽ വ്യക്തമായി. പുതിയ നീക്കം രോഗികളുടെ സുരക്ഷ അപകടത്തിലാക്കിയെന്ന് 4% പേർ കരുതുന്നതായി GP മാഗസിനുകൾ നടത്തിയ സർവേ പറയുന്നു. NHS ഇംഗ്ലണ്ടിന്റെ സ്വന്തം കണക്കുകളും ഇത് ശരിവെക്കുന്നുണ്ട്. ഇംഗ്ലണ്ടിൽ GP-മാർ മുഖാമുഖം നടത്തിയ അപ്പോയിന്റ്മെന്റുകൾ താഴേക്ക് പോകുന്നതായി ഡേറ്റ പറയുന്നു. അതേസമയം ഫോണിലൂടെയും ഓൺലൈനിലൂടെയും നൽകുന്ന സേവനങ്ങൾ വർദ്ധിച്ചു. രോഗികളെ നേരിട്ട് കാണാതെയുള്ള അപ്പോയിന്റ്മെന്റുകളെ ആളുകളെ അപകടത്തിലാക്കുമെന്നാണ് പേഷ്യന്റ് ഗ്രൂപ്പുകളും MP-മാരും മുന്നറിയിപ്പ് നൽകുന്നത്. ക്യാൻസർ പോലുള്ള ഗുരുതര രോഗങ്ങളുടെ ലക്ഷണങ്ങൾ കാണാതെ പോകാൻ സാധ്യതയുണ്ട് എന്നാണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്നത്. ബ്രിട്ടീഷ് മെഡിക്കൽ അസോസിയേഷൻ വിഷയത്തിൽ ഗവൺമെന്റുമായി തർക്കത്തിലാണ്. ഇംഗ്ലണ്ടിന്റെ 3/4 പ്രദേശങ്ങളും ഇപ്പോൾ വരൾച്ചാ ബാധിത പ്രദേശങ്ങളായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സ്ഥിതിഗതികൾ കൂടുതൽ വഷളാകുമെന്ന മുന്നറിയിപ്പാണ് വിദഗ്ധർ നൽകുന്നത്. ഇംഗ്ലണ്ടിലെയും വെയിൽസിലെയും 27 ദശലക്ഷം പേർക്ക് ഹോസ് പൈപ്പ് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. രാജ്യത്തിന്റെ ചില പ്രദേശങ്ങളിൽ പ്രതീക്ഷിച്ചതിന്റെ കേവലം 1% മാത്രം മഴ ലഭിച്ച സാഹചര്യത്തിലാണ് ഇത്തരം കടുത്ത നടപടികളിലേക്ക് അധികൃതർ കടന്നിരിക്കുന്നത്. ഇംഗ്ലണ്ടിൽ വേനൽ കടുത്തതോടെ പാതിയോളം ജനങ്ങൾക്കും ജലോപയോഗ നിയന്ത്രണം ഏർപ്പെടുത്താനുള്ള നിർണായക തീരുമാനങ്ങളിലേക്ക് സർക്കാർ കടന്നു. ഇംഗ്ലണ്ടിന്റെ 71.3% പ്രദേശങ്ങളെ വരൾച്ച ബാധിച്ചതായി നാഷണൽ ട്രോട്ട് ഗ്രൂപ്പ് കണ്ടെത്തിയിട്ടുണ്ട്. ഏകദേശം 45 ദശലക്ഷം ആളുകളെ ഇത് പ്രതികൂലമായി ബാധിക്കും. കിഴക്കൻ മിഡ്ലാൻഡ്സ്, ലിങ്കൺഷയർ, നോർത്താംപ്ഷയർ, കെന്റ്, കിഴക്കൻ സസെക്സ്, സോളന്റ് എന്നിവയാണ് ഏറ്റവും കൂടുതൽ വരൾച്ച ബാധിത പ്രദേശങ്ങളായി പ്രഖ്യാപിച്ചിരിക്കുന്ന പ്രദേശങ്ങൾ. കുറഞ്ഞ അളവിലുള്ള മഴയും അമിത താപവും മൂലം വളരെ പെട്ടെന്ന് വരൾച്ച ബാധിക്കുന്ന ഫ്ലാഷ് ഡ്രോട്ട് എന്ന പ്രതിഭാസമാണ് ഇവിടെ ദർശിക്കുന്നത്. വടക്ക് കിഴക്കൻ ഇംഗ്ലണ്ടും യോർക്ക്ഷയറും കൂടി ദൈർഘ്യമേറിയ വരണ്ട കാലാവസ്ഥ അനുഭവപ്പെടുന്ന പ്രദേശങ്ങളായി പ്രഖ്യാപിച്ചതോടെ ഇംഗ്ലണ്ടിൽ സാധാരണ നിലയിലുള്ള ഒരു പ്രദേശവും ബാക്കിയില്ല എന്ന സാഹചര്യം വന്നു ചേർന്നിരിക്കുകയാണ്. വരൾച്ച കൂടുതൽ ഗുരുതരമാവുകയാണ് എന്നാണ് ഔദ്യോഗിക വൃത്തങ്ങൾ പറയുന്നത്. കാർഷിക രംഗത്തെ ഇത് കടുത്ത രീതിയിൽ തന്നെ ബാധിക്കുന്നുണ്ടെന്ന് മാത്രമല്ല ദീർഘകാലാടിസ്ഥാനത്തിൽ ഇത് പരിസ്ഥിതിയെ വരെ പ്രതികൂലമായി ബാധിക്കും. ചോർച്ച വഴിയും മറ്റും ജലം നഷ്ടപ്പെടാതിരിക്കാൻ ജലവിതരണ കമ്പനികൾ കൂടുതൽ കരുതലെടുക്കണമെന്നും അധികൃതർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഓരോ തുള്ളി വെള്ളവും സൂക്ഷിച്ച് ഉപയോഗിക്കണമെന്നും അധികൃതർ ജനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ന്യൂ ഫോറസ്റ്റിലെ കാട്ടുതീ അണയ്ക്കാൻ കഴിയാതെ പടരുമ്പോൾ പ്രദേശവാസികൾ തങ്ങളുടെ കാറുകൾ ഉപേക്ഷിച്ച് സുരക്ഷിതമായ ഇടങ്ങൾ തേടി കാൽനടയാത്ര ചെയ്യുകയാണ്. ചരിത്രത്തിലെ ഏറ്റവും വരണ്ട കാലാവസ്ഥയുള്ള ജൂലൈ മാസം കടന്നുപോയതിനു പിന്നാലെ ഇംഗ്ലണ്ടിന്റെ 3/4 വരൾച്ചാ ബാധിത പ്രദേശമായി സർക്കാർ പ്രഖ്യാപിച്ചതിനു പിന്നാലെയാണ് ഇപ്പോൾ ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. ഹാംഷെയർ ഇംഗ്ലണ്ടിന് സമീപം A31-ലെ ഒരു വാനിൽ നിന്നാണ് തീ പടർന്നു പിടിച്ചത്. കാട്ടുതീ അണയ്ക്കാൻ കഴിയാതെ പടരുമ്പോൾ പ്രദേശവാസികൾ തങ്ങളുടെ കാറുകൾ ഉപേക്ഷിച്ച് സുരക്ഷിതമായ ഇടങ്ങൾ തേടി കാൽനടയാത്ര ചെയ്യുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ. 30 മൈൽ ദൂരെയുള്ള പോർട്ട്സ്മൗത്തിൽ വരെ ഇവിടെ നിന്നും ഉയരുന്ന പുക ദൃശ്യമാകുന്നുണ്ട്. വാഹനങ്ങൾക്ക് തീപിടിച്ച് സ്ഫോടനം ഉണ്ടാകാതിരിക്കാനായി ഇന്നലെ ഉച്ചയോടെ റോഡുകൾ ഒഴിപ്പിച്ചിട്ടുണ്ട്. ജീവൻ വേണമെങ്കിൽ കാറുകൾ ഉപേക്ഷിച്ച് കാൽനടയാത്ര ചെയ്യാനാണ് അധികൃതർ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. 26ഓളം ഫയർ എഞ്ചിനുകൾ കഠിന ശ്രമം നടത്തിയിട്ടും തീ നിയന്ത്രണാധീനമാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. 120-ലധികം അഗ്നിശമന പ്രവർത്തകരും സംഭവ സ്ഥലത്തുണ്ട്. ഏകദേശം 1 ചതുശ്ര കിലോമീറ്ററോളം കുറ്റിക്കാടാണ് തീയിൽ വെന്തെരിഞ്ഞിരിക്കുന്നത്. നാറ്റോ ഉച്ചകോടിക്ക് ശേഷം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മടങ്ങിയത് സൈനിക വിമാനത്തിലെന്ന് റിപ്പോർട്ട്. തുർക്കിയിലെ അങ്കാറ വിമാനത്താവളത്തിൽ നിന്ന് പഴയ എയർഫോഴ്സ് 1 വിമാനത്തിൽ കയറിയ ട്രംപിനെ പിന്നീട് രഹസ്യമായി മറ്റൊരു സൈനിക വിമാനത്തിലേക്ക് മാറ്റിയെന്നും
തുടർന്ന് ഈ വിമാനത്തിലാണ് US പ്രസിഡന്റ് ബ്രിട്ടനിലേക്ക് യാത്ര ചെയ്തതെന്നുമാണ് വാഷിംഗ്ടൺ പോസ്റ്റിന്റെ റിപ്പോർട്ട്. തുർക്കിയിൽ കഴിഞ്ഞ മാസം നടന്ന നാറ്റോ ഉച്ചകോടിക്ക് ശേഷം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എയർഫോഴ്സ് 1 വിമാനം ഒഴിവാക്കി ചെറിയ സൈനിക വിമാനത്തിലാണ് തിരിച്ചു പറന്നതെന്ന് റിപ്പോർട്ട്. ഖത്തർ സമ്മാനിച്ച ബോയിംഗ് വിമാനത്തിലാണ് ട്രംപ് തുർക്കിയിലെത്തിയത്. എന്നാൽ തിരിച്ചുപോയത് എയർഫോഴ്സ് C-32A എന്ന ചെറിയ വിമാനത്തിലാണെന്ന് വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തു. ഇറാന്റെ വധഭീഷണി തുടർന്നാണ് വിമാനം മാറി സഞ്ചരിച്ചതെന്നതാണ് റിപ്പോർട്ടുകൾ. ഇറാനുമായി അതിർത്തി പങ്കിടുന്ന രാജ്യമാണ് തുർക്കി. ഇറാന്റെ വധഭീഷണി അടക്കം നിലനിന്നിരുന്നതിനാൽ സുരക്ഷാ കാരണങ്ങളാലാണ് ഇത്തരത്തിൽ രഹസ്യ നീക്കം നടത്തിയതെന്നും യുഎസിന്റെ ഔദ്യോഗിക വൃത്തങ്ങളെ ഉദ്ധരിച്ച് വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തു. തുർക്കിയിൽ നടന്ന നാറ്റോ ഉച്ചകോടിയിൽ പങ്കെടുക്കാനായി ഖത്തർ സമ്മാനിച്ച എയർഫോഴ്സ് 1 വിമാനത്തിലാണ് ട്രംപ് അമേരിക്കയിൽ നിന്ന് യാത്ര തിരിച്ചത്. ഖത്തർ സമ്മാനിച്ച വിമാനത്തിലെ ട്രംപിന്റെ ആദ്യത്തെ വിദേശ യാത്രയായിരുന്നു ഇത്. ഉച്ചകോടിക്ക് ശേഷം പ്രസിഡന്റ് ബ്രിട്ടനിലേക്ക് തിരിച്ചത് നേരത്തെ ഉപയോഗിച്ചിരുന്ന എയർഫോഴ്സ് 1 വിമാനത്തിലായിരുന്നു. എന്നാൽ തുർക്കിയിലെ വിമാനത്താവളത്തിൽ വെച്ച് പഴയ എയർഫോഴ്സ് 1 വിമാനത്തിൽ കയറിയ ട്രംപ് ഇതിൽ യാത്ര ചെയ്തില്ല എന്നാണ് വാഷിംഗ്ടൺ പോസ്റ്റിന്റെ റിപ്പോർട്ടിൽ പറയുന്നത്. മാധ്യമപ്രവർത്തകരെയും ഫോട്ടോഗ്രാഫർമാരെയും അഭിവാദ്യം ചെയ്ത ശേഷം വിമാനത്തിൽ കയറിയ US പ്രസിഡന്റിനെ പിന്നീട് വിമാനത്തിൽ നിന്നിറക്കി വിമാനത്താവളത്തിലുണ്ടായിരുന്ന ഒരു കാറ്ററിംഗ് ട്രക്കിലേക്ക് കയറ്റിയെന്നും തുടർന്ന് എയർഫോഴ്സ് C-32A എന്ന സൈനിക വിമാനത്തിലേക്ക് മാറ്റിയെന്നുമാണ് റിപ്പോർട്ട്. അതീവ രഹസ്യമായിട്ടായിരുന്നു ഈ നീക്കം. തുടർന്ന് ഈ വിമാനത്തിലാണ് അദ്ദേഹം ബ്രിട്ടനിലേക്ക് യാത്ര ചെയ്തതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഇറാന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെടുകയും ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തതിന് നഷ്ടപരിഹാരം നൽകണമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. 5 മാസത്തെ യുദ്ധത്തിൽ സംഭവിച്ച നാശനഷ്ടങ്ങൾക്ക് US നഷ്ടപരിഹാരം നൽകണമെന്ന ഇറാന്റെ ആവശ്യത്തോട് സമൂഹ മാധ്യമത്തിലൂടെ പ്രതികരിക്കുകയായിരുന്നു ട്രംപ്. US ഇറാൻ ചർച്ചകളിലോ യോഗങ്ങളിലോ ഒരിക്കലും നഷ്ടപരിഹാരം സംബന്ധിച്ച് പരാമർശിച്ചിട്ടില്ലായിരുന്നിട്ടും അവർ ഈ ആവശ്യം ഉന്നയിക്കുകയാണെന്നും ട്രംപ് പറഞ്ഞു. 5 മാസത്തെ യുദ്ധത്തിൽ സംഭവിച്ച നാശനഷ്ടങ്ങൾക്ക് US നഷ്ടപരിഹാരം നൽകണമെന്ന ഇറാന്റെ ആവശ്യത്തോട് സമൂഹ മാധ്യമത്തിലൂടെ ഇറാന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെടുകയും ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തതിന് നഷ്ടപരിഹാരം നൽകണമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ എതിർവാദം. ഇതൊരു രസകരമായ ആശയമാണ്. ഇപ്പോൾ ഇറാനിൽ നിന്ന് ഞാനും നഷ്ടപരിഹാരം ആവശ്യപ്പെടുകയാണ്. അവരുടെ ബോംബുകളാലും മറ്റു നിരവധി സംഘർഷങ്ങളിലൂടെയും അവർ കൊല്ലപ്പെടുത്തുകയും ഗുരുതരമായി പരിക്കേൽപ്പിക്കുകയും ചെയ്ത എല്ലാ ആളുകൾക്കും വേണ്ടി ഞാനും ഇറാനിൽ നിന്ന് നഷ്ടപരിഹാരം ആവശ്യപ്പെടുകയാണ്. ജനറൽ സുലൈമാനി ആയിരുന്നു ഇതിന്റെ എല്ലാം പ്രാഥമിക നേതൃത്വം വഹിച്ചിരുന്നത്. USS കോളിന് നേരെയുണ്ടായ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ കുടുംബങ്ങളും യുദ്ധത്തിൽ മരിച്ച ആയിരക്കണക്കിന് മറ്റാളുകളും ഇതിൽ ഉൾപ്പെടുന്നു. കൂടാതെ കഴിഞ്ഞ 50 വർഷത്തിനിടെ ഇറാൻ കൊലപ്പെടുത്തിയ ലക്ഷക്കണക്കിന് നിരപരാധികളായ പ്രതിഷേധക്കാരുടെ കുടുംബങ്ങൾക്കും നഷ്ടപരിഹാരം നൽകണം. കഴിഞ്ഞ 5 മാസത്തിനിടെ മാത്രം കൊല്ലപ്പെട്ട 52,000 പേരെ കുറിച്ച് പറയേണ്ടതില്ലല്ലോ. ഭാവിയിൽ നടക്കുന്ന ഏതൊരു ചർച്ചയിലും ഈ ആവശ്യം ഉൾപ്പെടുത്താൻ ഞാൻ എന്റെ പ്രതിനിധികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നും ട്രംപ് സമൂഹ മാധ്യമത്തിൽ കുറിച്ചു. അതേസമയം ഇറാന്റെ സമുദ്രാതിർത്തിയിൽ US ഏർപ്പെടുത്തിയ നാവിക ഉപരോധം ഉൾപ്പെടെയുള്ള സൈനിക നടപടികൾ പൂർണ്ണമായും പിൻവലിക്കാതെ ഹോർമൂസ് കടലിടുക്ക് തുറക്കില്ല എന്ന് ഇറാൻ വിദേശകാര്യ വക്താവ് ഇസ്മായിൽ ബാഗായി പറഞ്ഞു. തെക്കുകിഴക്കൻ യുക്രൈനിലെ സ്പോറീഷ്യയിലുണ്ടായ റഷ്യൻ ആക്രമണത്തിൽ 5 പേർ കൊല്ലപ്പെടുകയും 20 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി പ്രാദേശിക ഭരണകൂടം. ഇതിനു പിന്നാലെ തലസ്ഥാനമായ കീവിൽ ഉഗ്ര സ്ഫോടനങ്ങൾ മുഴങ്ങി. കീവിൽ നടന്നത് ബാലിസ്റ്റിക് മിസൈൽ ആക്രമണമാണ് എന്ന് ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചു. തെക്കുകിഴക്കൻ യുക്രൈനിലെ സ്പോറീഷ്യസിലുണ്ടായ റഷ്യൻ ആക്രമണത്തിൽ 5 പേർ കൊല്ലപ്പെടുകയും 20 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു എന്ന് റിപ്പോർട്ട്. കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി യുക്രൈൻ നഗരങ്ങൾക്ക് നേരെ റഷ്യ മിസൈൽ ആക്രമണങ്ങൾ ശക്തമാക്കിയിരിക്കുകയാണ്. വടക്കൻ കൊറിയയുടെ കൂടുതൽ പിന്തുണയോടെ റഷ്യ തങ്ങളുടെ യുദ്ധസന്നാഹം വർദ്ധിപ്പിക്കുകയാണെന്ന് യുക്രൈൻ മുന്നറിയിപ്പ് നൽകുന്നതിനിടയിലാണ് പുതിയ ആക്രമണം. തലസ്ഥാനം കടുത്ത ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിലാണെന്ന് മേയർ വിറ്റാലി ക്ലിച്കോ സമൂഹ മാധ്യമത്തിലൂടെ അറിയിച്ചു. സ്ഫോടന ശബ്ദം കേൾക്കുന്നതിന് തൊട്ടു മുൻപ് നഗരത്തിൽ വ്യോമാക്രമണ മുന്നറിയിപ്പ് സൈറനുകൾ മുഴങ്ങിയിരുന്നു. സ്പോറീഷ്യയിൽ റഷ്യൻ സൈന്യം വ്യവസായശാലകളെയും അടിസ്ഥാന സൗകര്യങ്ങളെയുമാണ് ലക്ഷ്യം വെച്ചത്. ആക്രമണത്തിൽ കെട്ടിടങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. പടിഞ്ഞാറൻ കൊളംബിയയിൽ റിക്ടർ സ്കെയിലിൽ 7.4 തീവ്രത രേഖപ്പെടുത്തിയ ശക്തമായ ഭൂകമ്പത്തിൽ ഇതുവരെ കുറഞ്ഞത് 132 പേർ മരണപ്പെടുകയും 570ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു എന്ന് റിപ്പോർട്ട്. ഈ നൂറ്റാണ്ടിൽ ദക്ഷിണ അമേരിക്കൻ രാജ്യമായ കൊളംബിയ നേരിട്ട ഏറ്റവും ശക്തമായ ഭൂകമ്പമാണ് ഇത്. പടിഞ്ഞാറൻ കൊളംബിയയിൽ ശക്തമായ ഭൂകമ്പത്തിൽ ഇതുവരെ കുറഞ്ഞത് 132 പേർ മരണപ്പെടുകയും 570ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു എന്ന് റിപ്പോർട്ട്. തകർന്നു വീണ നൂറുകണക്കിന് കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നവർക്കായുള്ള അടിയന്തര രക്ഷാപ്രവർത്തനം വിവിധ നഗരങ്ങളിൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ പുരോഗമിക്കുകയാണ്. തകർന്നടിഞ്ഞ കെട്ടിടങ്ങൾക്കിടയിൽ നിന്നും ആളുകളെ പുറത്തെടുക്കുന്ന ജോലികൾ തുടരുന്നതിനാലും കൂടുതൽ തുടർചലനങ്ങൾ ഉണ്ടായേക്കാമെന്ന് കൊളംബിയൻ ജിയോളജിക്കൽ സർവീസ് മുന്നറിയിപ്പ് നൽകിയതിനാലും മരണസംഖ്യ ഇനിയും ഉയരാനാണ് സാധ്യത. കഴിഞ്ഞ ജൂൺ മാസത്തിൽ അയൽരാജ്യമായ വെനസ്വേലയിലുണ്ടായ ഇരട്ട ഭൂകമ്പത്തിന്റെ ഞെട്ടൽ മാറും മുൻപാണ് കൊളംബിയയെ തേടി വലിയ ദുരന്തമെത്തിയത്.
പുതിയ പ്രസിഡന്റായി അബെലാർഡോ ഡീല എസ്പ്രിയേല ചുമതലയേറ്റ് ദിവസങ്ങൾക്കകമുണ്ടായ ദുരന്തം പുതിയ സർക്കാരിന് മുന്നിലെ ആദ്യത്തെ പ്രതിസന്ധിയായി മാറി. ഭൂകമ്പത്തിന് പിന്നാലെ 21 തുടർചലനങ്ങൾ ഉണ്ടായതായും കുറഞ്ഞത് 1575 വീടുകളും 18 ആരോഗ്യ കേന്ദ്രങ്ങളും 52 സ്കൂളുകളും തകർന്നതായും പ്രസിഡന്റ് അറിയിച്ചു. 61 കെട്ടിടങ്ങൾ പൂർണ്ണമായും തകർന്ന് തരിപ്പണമായി. ദുരന്തബാധിത പ്രദേശങ്ങളിൽ അടിയന്തര ധനസഹായവും പുനരധിവാസവും വേഗത്തിലാക്കാൻ രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇനി പൗണ്ട്, യൂറോ, ഡോളർ, രൂപ ഇന്നത്തെ വിനിമയ നിരക്ക്. ഒരു പൗണ്ട് 128.86 ഇന്ത്യൻ രൂപ, ഒരു പൗണ്ട് 1.17 യൂറോ, ഒരു US ഡോളർ 95.42 ഇന്ത്യൻ രൂപ, ഒരു യൂറോ 110.1 ഇന്ത്യൻ രൂപ, ഒരു പൗണ്ട് 1.35 US ഡോളർ, ഒരു കനേഡിയൻ ഡോളർ 68.46 ഇന്ത്യൻ രൂപ. ഇനിയൊരു ഇടവേളയ്ക്കു ശേഷം നാഷണൽ ന്യൂസ്. നമസ്കാരം, നാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. പ്രതിപക്ഷ പ്രതിഷേധത്തിൽ പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നും സ്തംഭിച്ചു. വിദ്യാർത്ഥികൾക്ക് നേരെ പെല്ലറ്റ് ഗൺ ഉപയോഗിക്കാൻ ആര് അനുമതി നൽകിയെന്ന് സർക്കാർ വ്യക്തമാക്കണം. സംഭവത്തിൽ പ്രധാനമന്ത്രി മാപ്പ് പറയണം. അയോധ്യ സംഭാവന കൊള്ളയിൽ അടിയന്തര ചർച്ച വേണം എന്നീ ആവശ്യങ്ങളിൽ ഉറച്ചു നിൽക്കുകയാണ് പ്രതിപക്ഷ പ്രതിഷേധത്തിൽ പാർലമെന്റ് ഇന്നും സ്തംഭിച്ചു. ദില്ലി പ്രതിഷേധത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മറുപടി നൽകുമെന്ന സർക്കാരിന്റെ നിർദ്ദേശം പ്രതിപക്ഷം പൂർണ്ണമായി തള്ളി. വിദ്യാർത്ഥികൾക്ക് നേരെ പെല്ലറ്റ് ഗൺ ഉപയോഗിക്കാൻ ആര് അനുമതി നൽകിയെന്ന് സർക്കാർ വ്യക്തമാക്കണം. സംഭവത്തിൽ പ്രധാനമന്ത്രി മാപ്പ് പറയണമെന്നും അയോധ്യ സംഭാവന കൊള്ളയിൽ അടിയന്തര ചർച്ച വേണമെന്നുമുള്ള ആവശ്യങ്ങളിൽ പ്രതിപക്ഷം ഉറച്ചു നിൽക്കുകയാണ്. അയോധ്യ സംഭാവന കൊള്ളയിൽ ചർച്ച ആവശ്യപ്പെട്ട് പാർലമെന്റിന് മുന്നിലും പ്രതിഷേധ പ്രകടനം നടത്തി. വ്യാഴാഴ്ച പാർലമെന്റ് സമ്മേളനം അവസാനിക്കാനിരിക്കെ FCRA ഭേദഗതി ബിൽ സഭയിൽ കൊണ്ടുവരാൻ സർക്കാർ നീക്കം കേന്ദ്രം നടത്തുന്നതായാണ് സൂചന. എന്നാൽ ബിൽ അവതരിപ്പിക്കുന്ന കൃത്യമായ സമയം സർക്കാർ ഇതുവരെ ഔദ്യോഗികമായി അറിയിച്ചിട്ടില്ല. അതേസമയം പ്രതിപക്ഷം നിരന്തരം ആവശ്യങ്ങൾ മാറ്റിമറിക്കുകയാണെന്നും കോൺഗ്രസ് ഗോൾ പോസ്റ്റ് മാറിക്കൊണ്ടിരിക്കുകയാണെന്നും BJP അധ്യക്ഷൻ JP നദ്ദ തിരിച്ചടിച്ചു. ഇന്നത്തെ സമ്മേളനത്തിലും വിവിധ വിഷയങ്ങൾ ഉന്നയിച്ച് പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകും. ഈ വ്യാഴാഴ്ച പാർലമെന്റ് സമ്മേളനം അവസാനിക്കാനിരിക്കെ FCRA ഭേദഗതി ബില്ല് കൊണ്ടുവരാൻ സർക്കാർ നീക്കം നടത്തുന്നതായാണ് സൂചന. കമ്മ്യൂണിസ്റ്റുകാർ ഭീരുക്കളാണെന്ന കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമന്റെ പരാമർശത്തിൽ ആഞ്ഞടിച്ച് ജോൺ ബ്രിട്ടാസ് MP. ബ്രിട്ടീഷുകാർക്ക് മാപ്പപേക്ഷ കൊടുത്ത സവർക്കറുടെ അനുയായി തന്നെ അത് പറയണമെന്നായിരുന്നു ബ്രിട്ടാസിന്റെ രൂക്ഷ വിമർശനം. പാർലമെന്റിൽ വരാതെ ഭയന്നോടുന്ന മോദിയുടെയും അമിത്ഷായുടെയും അനുയായി അത് പറയണമെന്നും അദ്ദേഹം പരിഹസിച്ചു. കമ്മ്യൂണിസ്റ്റുകാർ ഭീരുക്കളാണെന്ന കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമന്റെ പരാമർശത്തിൽ പ്രതിഷേധം കടുപ്പിച്ച് ജോൺ ബ്രിട്ടാസ് MP. ഇൻക്വിലാബ് വിളിച്ച് കഴുമരത്തിലേക്ക് പോയവരാണ് കമ്മ്യൂണിസ്റ്റുകാർ. ബ്രിട്ടീഷുകാരുടെ ബൂട്ട് നക്കിയ മാപ്പപേക്ഷ കൊടുത്ത സവർക്കറുടെയും കൂട്ടരുടെയും അനുയായിയാണ് കമ്മ്യൂണിസ്റ്റുകാർക്കെതിരെ പ്രതികരിച്ചത് എന്നാണ് ഇടത് MPയുടെ രൂക്ഷ വിമർശനം. UPI വിവാദത്തിലും അദ്ദേഹം പ്രതികരിച്ചിരുന്നു. വിഷയത്തിൽ ഇന്നലെ ചോദിച്ച പ്രസക്തമായ ചോദ്യങ്ങൾക്കൊന്നും കേന്ദ്രം മറുപടി നൽകിയില്ല. തോല എന്ന ഓമനപ്പേരിലുള്ള പുതിയ നിയമം UPIയിൽ സേവന നിരക്ക് ഏർപ്പെടുത്താനുള്ള ബ്ലാങ്ക് ചെക്ക് ആണെന്നും അദ്ദേഹം വിമർശിച്ചു. ചെറിയൊരു ന്യൂനപക്ഷത്തിന് മാത്രം ബാധകമാകുമെന്നാണ് പറയുന്നത്. എന്നാൽ അത് ബോധപൂർവമായ തെറ്റിദ്ധരിപ്പിക്കലാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. മർച്ചന്റ് ഡിസ്കൗണ്ട് റേറ്റ് കച്ചവടക്കാർക്ക് മാത്രം ബാധകമാകൂ, ഉപഭോക്താവിലേക്ക് പോകില്ല എന്നാണ് അവർ പറഞ്ഞത്. ലോകത്തിലെവിടെയെങ്കിലും കച്ചവടക്കാർക്ക് മേൽ ചുമത്തുന്ന സാമ്പത്തിക ഭാരം ഉപഭോക്താവിലേക്ക് പോകാതിരിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ എന്നും MP ചോദിച്ചു. NCP ശരത് പവാർ വിഭാഗം MPമാർ പാർട്ടി വർക്കിംഗ് പ്രസിഡന്റ് സുപ്രിയ സുളെയുടെ നേതൃത്വത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ടതിനെ ചൊല്ലി മുന്നണി മാറ്റ അഭ്യൂഹം ഉയർന്നു. മഹാരാഷ്ട്രയുടെ വികസന പ്രശ്നങ്ങൾ അവതരിപ്പിക്കാനും കൂടുതൽ ഫണ്ട് തേടിയുമാണ് പ്രധാനമന്ത്രിയെ കണ്ടത് എന്നാണ് പാർട്ടി വിശദീകരണം. പ്രധാനമന്ത്രിയെ കണ്ട് ശരത് പവാർ വിഭാഗം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ടതിനെ ചൊല്ലി മുന്നണി മാറ്റ അഭ്യൂഹം ഉയർന്നു. മഹാരാഷ്ട്രയുടെ വികസന പ്രവർത്തനങ്ങൾ അവതരിപ്പിക്കാനും കൂടുതൽ ഫണ്ട് തേടിയുമാണ് പ്രധാനമന്ത്രിയെ കണ്ടത് എന്നാണ് പാർട്ടി വിശദീകരിക്കുന്നത്. കാർഷിക പ്രതിസന്ധി, ഗ്രാമീണ മേഖലയിലെ വരൾച്ച, സവാള വിലയിടിവ്, പരിസ്ഥിതി മലിനീകരണം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ MPമാർ കൂടിക്കാഴ്ചയിൽ ഉന്നയിച്ചു. ഭേദഗതി വരുത്തിയാൽ മണ്ഡല പുനർനിർണയ ബില്ലിനെ പിന്തുണയ്ക്കാമെന്ന് സുപ്രിയ നേരത്തെ നിലപാടെടുത്തതോടെയാണ് പാർട്ടി BJPയുമായി അടുക്കുന്നതായി വാർത്ത പരന്നത്. ശരത് പവാറും മകളും വർക്കിംഗ് പ്രസിഡന്റും ബാരാമതി MPയുമായ സുപ്രിയ സുളെ കഴിഞ്ഞ മാസവും പ്രധാനമന്ത്രിയെ സന്ദർശിച്ചിരുന്നു. എന്നാൽ പാർട്ടി NDA സഖ്യത്തിലേക്ക് മാറുന്നു എന്ന വാർത്തകൾ MPമാർ പൂർണ്ണമായി നിഷേധിച്ചു. പാർലമെന്റിൽ തടസ്സങ്ങൾ കാരണം ഉന്നയിക്കാൻ കഴിയാത്ത മഹാരാഷ്ട്രയുടെ ആവശ്യങ്ങൾ നേരിട്ട് ബോധിപ്പിക്കാൻ മാത്രമാണ് ഈ സന്ദർശനമെന്ന് പാർട്ടി വ്യക്തമാക്കി. ആവശ്യങ്ങളിൽ അനുകൂലമായ നടപടികൾ സ്വീകരിക്കാമെന്ന് പ്രധാനമന്ത്രി ഉറപ്പു നൽകിയതായും കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നേതാക്കൾ അറിയിച്ചു. ഡൽഹിയിൽ സമരം ചെയ്ത വിദ്യാർത്ഥികളെ അധിക്ഷേപിക്കുന്ന പരാമർശം നടത്തിയ RSS സഹയാത്രികൻ TG മോഹൻദാസിനെതിരെ സർക്കാർ ചുമത്തിയത് ദുർബലമായ വകുപ്പുകളെന്ന് സാമൂഹ്യ പ്രവർത്തകയും പരാതിക്കാരിയുമായ സീന ഭാസ്കർ. ആഭ്യന്തര വകുപ്പ് നിയമത്തെ പ്രഹസനമാക്കിയെന്ന് സീന ഭാസ്കർ പറഞ്ഞു. അധികാരത്തിലിരിക്കുന്നവരുടെ സൗകര്യത്തിന് ഉപയോഗിക്കാനുള്ളതല്ല നിയമം.
ക്രിമിനൽ വർഗമായ കുറ്റം ചെയ്തിട്ടും നിസ്സാര വകുപ്പുകളാണ് ചുമത്തിയതെന്നും സീന ഭാസ്കർ പറഞ്ഞു. ഡൽഹിയിൽ സമരം ചെയ്ത വിദ്യാർത്ഥികളെ അധിക്ഷേപിക്കുന്ന പരാമർശം നടത്തിയ RSS സഹയാത്രികൻ TG മോഹൻദാസിനെതിരെ സർക്കാർ ചുമത്തിയത് ദുർബലമായ വകുപ്പുകളെന്ന് ആക്ഷേപം ഉന്നയിച്ച് സാമൂഹ്യ പ്രവർത്തകയും പരാതിക്കാരിയുമായ സീന ഭാസ്കർ രംഗത്ത്. നിയമ പോരാട്ടം തുടരുമെന്നും സമാന മനസ്കരെ കൂടെ കൂട്ടുമെന്നും സീന ഭാസ്കർ കൂട്ടിച്ചേർത്തു. ഇക്കഴിഞ്ഞ 29-ാം തീയതിയായിരുന്നു TG മോഹൻദാസിനെതിരെ സീന ഭാസ്കർ, ശ്രീജ നെയ്യാറ്റിൻകര, പ്രീത ബിജി, വിജു വർമ്മ എന്നിവർ ചേർന്ന് പരാതി നൽകിയത്. TG മോഹൻദാസിനെതിരെ ലൈംഗിക അതിക്രമ ആഹ്വാനത്തിനും വർഗീയ പ്രചരണത്തിനും കേസെടുക്കണമെന്നായിരുന്നു പരാതിയിൽ പറഞ്ഞിരുന്നത്. അധികാരം ലഭിച്ചാൽ എല്ലാവരെയും വെടിവെച്ചു കൊല്ലും, ശവങ്ങൾ പെറുക്കിക്കൊണ്ടുപോകുമെന്ന TG മോഹൻദാസിന്റെ പരാമർശങ്ങൾ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ പരിധിക്കുള്ളിൽ പെടുന്നതല്ല എന്നും പൊതുജനങ്ങളിൽ ഭീതി സൃഷ്ടിക്കുന്നതും രാഷ്ട്രീയ എതിരാളികൾക്കെതിരായ സംഘടിത ആക്രമണത്തെ പ്രോത്സാഹിപ്പിക്കുന്നതുമായ ഗുരുതരമായ പ്രസ്താവനകളാണെന്നും പരാതിയിൽ പറഞ്ഞിരുന്നു. TG മോഹൻദാസിനെതിരെ ഉടൻ FIR രജിസ്റ്റർ ചെയ്ത് സമഗ്രമായ ക്രിമിനൽ അന്വേഷണം നടത്തണമെന്നും പരാതിക്കാർ ആവശ്യപ്പെട്ടിരുന്നു. ശബരിമല നെയ്ക്രമക്കേടിൽ ഉന്നതരുടെ പങ്കും അന്വേഷിക്കാൻ നീക്കം നടക്കുന്നതായി വിവരം. ടെൻഡർ അട്ടിമറിക്കാൻ രാഷ്ട്രീയ സമ്മർദ്ദം ഉണ്ടായി എന്നാണ് സംശയം. PS പ്രശാന്തിനെയും അജികുമാറിനെയും SIT കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യും. നിലവിൽ സ്വർണ്ണക്കൊള്ള കേസിൽ ജയിലിലാണ് ഇരുവരുമുള്ളത്. ടെൻഡർ അട്ടിമറിച്ചതിലൂടെ 2.3 കോടിയുടെ നഷ്ടം ബോർഡിനുണ്ടായി എന്നാണ് കണ്ടെത്തൽ. ശബരിമല നെയ്ക്രമക്കേടിൽ ടെൻഡർ അട്ടിമറിക്കാൻ രാഷ്ട്രീയ സമ്മർദ്ദം ഉണ്ടായി എന്ന സംശയം ഉയർന്നതോടെ ഉന്നതരുടെ പങ്കും അന്വേഷിക്കാൻ നീക്കം നടക്കുന്നതായി വിവരം. കൂടുതൽ പേർ പ്രതികളാകുമെന്നാണ് വിവരം. നെയ്ക്രമക്കേടിൽ SIT കൂടുതൽ പേരെ പ്രതി ചേർത്തേക്കും. ദേവസ്വം ബോർഡിലെ കൂടുതൽ ഉദ്യോഗസ്ഥർക്ക് ഇടപാടിൽ പങ്കുണ്ടെന്നും നിഗമനമുണ്ട്. പമ്പയിലെ ബോർഡ് ജീവനക്കാർക്കും സ്റ്റോർ സൂപ്രണ്ടിനും വീഴ്ചയുണ്ടായി. ശബരിമലയ്ക്ക് പുറമെ കൂടുതൽ ക്ഷേത്രങ്ങളിലേക്കും നെയ്യ് എത്തിച്ചതായാണ് വിവരം. മിൽമയ്ക്ക് കരാർ ലഭിക്കുന്നതിന് പ്രശാന്തിന്റെ നേതൃത്വത്തിൽ വഴിവിട്ട ഇടപെടൽ നടത്തിയെന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പ്രാഥമിക വിലയിരുത്തൽ. 2025-ലെ മകരവിളക്ക് കാലയളവിൽ പുറത്തുനിന്നും നെയ്യ് വാങ്ങാനുള്ള തീരുമാനം 2024-ലാണ് ബോർഡ് സ്വീകരിക്കുന്നത്. ഇതിനായി വിളിച്ച ടെൻഡറിൽ 6 സ്ഥാപനങ്ങൾ പങ്കാളികളായി. ഈ നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നതിനിടെ ടെൻഡർ റദ്ദാക്കി കരാർ മിൽമയ്ക്ക് നൽകി. സാധാരണ നെയ്യ് ഉപയോഗിക്കുമ്പോൾ ഒരു കൂട്ട് അരവണ തയ്യാറാക്കാൻ 10 ലിറ്റർ നെയ്യ് വേണ്ടിവരുന്ന സ്ഥാനത്ത് മിൽമ നെയ്യാകുമ്പോൾ 7 മുതൽ 7.5 ലിറ്റർ വരെ മതിയാകും. അതിനാൽ മിൽമയ്ക്ക് മുൻഗണന നൽകാൻ അന്നത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു ശുപാർശ നൽകിയത്. ഇക്കാര്യം ദേവസ്വം കമ്മീഷണർ എതിർത്തെങ്കിലും ഈ നിലപാട് തള്ളി മിൽമയ്ക്ക് കരാർ നൽകാൻ PS പ്രശാന്തും ബോർഡംഗം അജികുമാറും തീരുമാനമെടുത്തു. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി N ഷംസുദ്ദീന്റെ സ്റ്റാഫിൽ ജമാഅത്തെ ഇസ്ലാമി നേതാവിന് നിയമനം. ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥി സംഘടനയായ സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ മലപ്പുറം മുൻ ജില്ലാ പ്രസിഡന്റായ KK അഷ്റഫിനെയാണ് സ്റ്റാഫിൽ ഉൾപ്പെടുത്തിയത്. ഓഫീസ് അറ്റൻഡന്റ് പദവിയിലാണ് അഷ്റഫിന് നിയമനം നൽകിയിരിക്കുന്നത്. N ഷംസുദ്ദീന്റെ സ്റ്റാഫിൽ ജമാഅത്തെ ഇസ്ലാമി നേതാവിന് നിയമനം. പദവിക്ക് അനുയോജ്യനെന്ന് മന്ത്രിയുടെ ന്യായീകരണം. ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥി സംഘടനയായ സ്റ്റുഡന്റ് ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ മലപ്പുറം മുൻ ജില്ലാ പ്രസിഡന്റായ KK അഷ്റഫിനെയാണ് സ്റ്റാഫിൽ ഉൾപ്പെടുത്തിയത്. ഫ്രറ്റേണിറ്റി മൂവ്മെന്റിന്റെ സംസ്ഥാന സെക്രട്ടറിയായിരുന്ന അഷ്റഫ് നിലവിൽ വെൽഫെയർ പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. അഷ്റഫിന് നിയമനം നൽകിക്കൊണ്ടുള്ള സർക്കാർ ഉത്തരവിന്റെ പകർപ്പ് പുറത്തുവന്നു. അതേസമയം അഷ്റഫിന്റെ പശ്ചാത്തലം പരിശോധിച്ചില്ല എന്നും ബയോഡേറ്റ ലഭിക്കുകയായിരുന്നുവെന്നുമാണ് മന്ത്രിയുടെ വിശദീകരണം. പദവിക്ക് അനുയോജ്യനെന്ന് തോന്നിയതുകൊണ്ടാണ് നിയമനം നൽകിയതെന്നും മന്ത്രി പറഞ്ഞു. സ്റ്റാഫിൽ പ്രാതിനിധ്യം കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് യൂത്ത് ലീഗ് MSF നേതാക്കൾ പരസ്യ പ്രതികരണം നടത്തുമ്പോഴാണ് ജമാഅത്തെ ഇസ്ലാമി നേതാവിന്റെ നിയമനം. UDF സർക്കാരിൽ മുസ്ലിം ലീഗ് മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ് നിയമനവുമായി ബന്ധപ്പെട്ട് പാർട്ടിക്കകത്ത് വൻ അതൃപ്തി ഉയർന്നിരുന്നു. യൂത്ത് ലീഗ്, MSF തുടങ്ങിയ പോഷക സംഘടനകളിൽ നിന്ന് ആരെയും പരിഗണിക്കുന്നില്ല എന്ന പരാതിയുമായി പ്രവർത്തകർ രംഗത്തെത്തിയിരുന്നു. മലപ്പുറത്ത് ചേർന്ന യൂത്ത് ലീഗ് ജില്ലാ പ്രവർത്തക സമിതി യോഗത്തിൽ ലീഗ് മന്ത്രിമാർക്കെതിരെ രൂക്ഷ വിമർശനമായിരുന്നു ഉയർന്നത്. 5 മന്ത്രിമാരെയും വിളിച്ചു വരുത്തി സംസാരിക്കണമെന്ന് പ്രവർത്തകർ ആവശ്യപ്പെട്ടിരുന്നു. ഇന്ത്യൻ ക്രിക്കറ്റ് ടീം മുൻ ക്യാപ്റ്റനും BCCI മുൻ പ്രസിഡന്റുമായ സൗരവ് ഗാംഗുലിക്ക് വധഭീഷണി. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ജീവന് ഭീഷണി ഉയർത്തിക്കൊണ്ടുള്ള ഒട്ടേറെ കത്തുകൾ സൗരവ് ഗാംഗുലിക്ക് ലഭിച്ചതായി പോലീസ് അറിയിച്ചു. ഭാര്യ ഡോണ ഗാംഗുലിയെയും വധിക്കുമെന്ന് ഭീഷണിയുണ്ട്. ഇന്ത്യൻ ക്രിക്കറ്റ് ടീം മുൻ ക്യാപ്റ്റനും BCCI മുൻ പ്രസിഡന്റുമായ സൗരവ് ഗാംഗുലിക്കും ഭാര്യ ഡോണ ഗാംഗുലിക്കും വധഭീഷണി. നിലവിൽ ക്രിക്കറ്റ് അസോസിയേഷൻ ഓഫ് ബംഗാൾ പ്രസിഡന്റായ ഗാംഗുലിക്ക് തിങ്കളാഴ്ച ഓഫീസിൽ വീണ്ടും ഭീഷണി കത്ത് ലഭിച്ചതിനെ തുടർന്ന് കൊൽക്കത്തയിലെ താക്കൂർ പുക്കൂർ പോലീസ് സ്റ്റേഷനിൽ രേഖാമൂലം പരാതി നൽകുകയായിരുന്നു. കഴിഞ്ഞ 6 മാസമായി ഇത്തരം കത്തുകൾ വരുന്നുണ്ടായിരുന്നതായി പരാതിയിൽ പറഞ്ഞു. തിങ്കളാഴ്ച അദ്ദേഹത്തിന്റെ ഓഫീസിൽ 2 കത്തുകളാണ് ലഭിച്ചത്. ഗാംഗുലിയെയും ഭാര്യയെയും വധിക്കുമെന്നും അദ്ദേഹത്തോട് അടുത്ത വൃത്തങ്ങളെ ഉപദ്രവിക്കുമെന്നുമുള്ള ഭീഷണികളാണ് ഇതിലുള്ളതെന്ന് താരത്തിന്റെ മാനേജർ നൽകിയ പരാതിയിൽ പറയുന്നു. കത്തുകളിലെ വിവരങ്ങൾ പരിശോധിച്ച് വരികയാണെന്നും അയച്ചയാളുടെ വിവരങ്ങളും ലക്ഷ്യവും കണ്ടെത്താൻ ശ്രമിക്കുകയാണെന്നും പോലീസ് വ്യക്തമാക്കി. പരാതിയെ വളരെ ഗൗരവത്തോടെയാണ് കാണുന്നത്. അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കത്തുകൾ, അവ വന്ന വഴി, കൊറിയർ സംവിധാനം എന്നിവ പരിശോധിച്ച് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചയാളെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് എന്ന് പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
യുകെയിൽ അനധികൃത കുടിയേറ്റക്കാരുടെ നുഴഞ്ഞുകയറ്റം വർദ്ധിക്കുന്നു. കഴിഞ്ഞ ദിവസം ഇംഗ്ലീഷ് ചാനൽ കടന്ന് ബ്രിട്ടനിലെത്തിയത് 230 അനധികൃത കുടിയേറ്റക്കാർ. ലേബർ സർക്കാരിന്റെ ഇംഗ്ലീഷ് ചാനൽ വഴിയുള്ള അനധികൃത കുടിയേറ്റം തടയാനുള്ള പദ്ധതികളെല്ലാം പൊളിഞ്ഞു. ഫ്രാൻസിൽ നിന്നും കഴിഞ്ഞ ദിവസം ഇവിടെ എത്തിയത് ഒരു ബോയിംഗ് 737 ജെറ്റ് വിമാനത്തിൽ കൊള്ളാവുന്നതിലധികം പേർ. ഹോം സെക്രട്ടറിയും ഡിപ്പാർട്ട്മെന്റും കാര്യക്ഷമതയില്ലാതെയാണ് പ്രവർത്തിക്കുന്നതെന്ന ആരോപണവുമായി കൺസർവേറ്റീവ് പാർട്ടി. ഒരാളെ ബ്രിട്ടനിലെത്തിക്കാൻ മനുഷ്യക്കടത്ത് മാഫിയ ഈടാക്കുന്നത് 2000 പൗണ്ട്. മനുഷ്യക്കടത്ത് സംഘത്തിന് ഒരൊറ്റ യാത്ര കൊണ്ട് മാത്രം ലഭിക്കുന്നത് 4.5 ലക്ഷം പൗണ്ടിന്റെ ലാഭം. ചാനൽ വഴിയുള്ള കുടിയേറ്റം തടയുന്ന കാര്യത്തിൽ ഹോം ഡിപ്പാർട്ട്മെന്റിന്റെ പരാജയം ബ്രിട്ടനെ മറ്റു രാജ്യക്കാരുടെ മുൻപിൽ ഒരു പരിഹാസ്യ കഥാപാത്രമാക്കി മാറ്റിയെന്ന ആരോപണം ഉന്നയിച്ച് ക്രിസ് ഫിലിപ്പ്. യുകെയിൽ യൂണിവേഴ്സിറ്റി പഠനം പൂർത്തിയാക്കി ഇറങ്ങുന്ന വിദ്യാർത്ഥിയുടെ ചുമലിൽ വൻ കടബാധ്യത വരാൻ പോകുന്നുവെന്ന് ഞെട്ടിക്കുന്ന റിപ്പോർട്ട്. വിദ്യാഭ്യാസ ചെലവിന്റെ വലിയൊരു ഭാഗം സർക്കാർ വിദ്യാർത്ഥികളിലേക്ക് കൈമാറിയതോടെയാണ് വൻ കടബാധ്യത ആശങ്കയായി മാറുന്നത്. ബിരുദധാരികൾക്ക് വൻ കടബാധ്യതയും ഉയർന്ന നികുതി നിരക്കുകളും നേരിടേണ്ടി വരുമെന്ന് പഠന റിപ്പോർട്ട്. ഇത് യുവതലമുറയുടെ സാമ്പത്തിക ഭാവിയെ ബാധിക്കുന്ന ടിക്കിംഗ് ടൈം ബോംബെന്ന് മുന്നറിയിപ്പ്. 2010 ശേഷം തുടർച്ചയായ സർക്കാരുകൾ ഇംഗ്ലണ്ടിലെ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ ചെലവ് വർദ്ധിപ്പിച്ചുവെന്നും സ്റ്റുഡന്റ് ലോൺ പ്ലാൻ 5 യുവ ബിരുദധാരികളുടെ തിരിച്ചടവ് ബാധ്യത കൂടുതൽ സങ്കീർണമാക്കിയെന്നും വിമർശനം. ന്യൂ ഫോറസ്റ്റിലെ കാട്ടുതീ അണയ്ക്കാൻ കഴിയാതെ കടുത്ത ആശങ്കയിൽ അധികൃതർ. കാട്ടുതീ പടരുമ്പോൾ പ്രദേശവാസികൾ തങ്ങളുടെ കാറുകൾ ഉപേക്ഷിച്ച് സുരക്ഷിതമായ ഇടങ്ങൾ തേടി കാൽനട യാത്ര നടത്തുന്നു. ഇംഗ്ലണ്ടിന്റെ 71.3% പ്രദേശങ്ങളെ വരൾച്ച ബാധിച്ചതായി നാഷണൽ ട്രോട്ട് ഗ്രൂപ്പ്. ഏകദേശം 45 ദശലക്ഷം ആളുകളെ ഇത് പ്രതികൂലമായി ബാധിക്കുമെന്നും സ്ഥിതിഗതികൾ കൂടുതൽ വഷളാകുമെന്നും മുന്നറിയിപ്പ് നൽകി കാലാവസ്ഥാ വിദഗ്ധർ. ഇംഗ്ലണ്ടിലെയും വെയിൽസിലെയും 27 ദശലക്ഷം പേർക്ക് ഹോസ് പൈപ്പ് നിരോധനം ഏർപ്പെടുത്തി സർക്കാർ. കടുത്ത നടപടികളിലേക്ക് അധികൃതർ കടന്നിരിക്കുന്നത് രാജ്യത്തിന്റെ ചില പ്രദേശങ്ങളിൽ പ്രതീക്ഷിച്ച മഴ ലഭിക്കാത്ത സാഹചര്യത്തിൽ. ഇംഗ്ലണ്ടിന്റെ 3/4 പ്രദേശങ്ങളും വരൾച്ച ബാധിത പ്രദേശങ്ങളായി പ്രഖ്യാപിച്ച് സർക്കാർ. ഇറാന്റെ വധഭീഷണിയിൽ വിരണ്ട് ട്രംപ്. നാറ്റോ ഉച്ചകോടിക്ക് ശേഷം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മടങ്ങിയത് സൈനിക വിമാനത്തിൽ. തുർക്കിയിലെ അങ്കാറ വിമാനത്താവളത്തിൽ നിന്ന് പഴയ എയർഫോഴ്സ് 1 വിമാനത്തിൽ കയറിയ ട്രംപിനെ പിന്നീട് രഹസ്യമായി മറ്റൊരു സൈനിക വിമാനത്തിലേക്ക് മാറ്റിയെന്ന് സൂചന. മാധ്യമപ്രവർത്തകരെയും ഫോട്ടോഗ്രാഫർമാരെയും അഭിവാദ്യം ചെയ്ത ശേഷം വിമാനത്തിൽ കയറിയ US പ്രസിഡന്റിനെ വിമാനത്തിൽ നിന്നിറക്കി കാറ്ററിംഗ് ട്രക്കിലേക്ക് കയറ്റിയെന്നും തുടർന്ന് എയർഫോഴ്സ് C-32A എന്ന സൈനിക വിമാനത്തിലേക്ക് മാറ്റിയെന്നുമുള്ള നിർണായക വിവരം പുറത്ത്. ഇറാന്റെ വധഭീഷണിയെ തുടർന്നാണ് വിമാനം മാറി സഞ്ചരിച്ചതെന്ന് റിപ്പോർട്ടുകൾ. ഇറാന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെടുകയും ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തതിന് ഇറാൻ നഷ്ടപരിഹാരം നൽകണമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ട്രംപിന്റെ ആവശ്യം 5 മാസത്തെ യുദ്ധത്തിൽ സംഭവിച്ച നാശനഷ്ടങ്ങൾക്ക് US നഷ്ടപരിഹാരം നൽകണമെന്ന ഇറാന്റെ ആവശ്യത്തോടുള്ള പ്രതികരണത്തിൽ US ഇറാൻ ചർച്ചകളിലോ യോഗങ്ങളിലോ ഒരിക്കലും നഷ്ടപരിഹാരം സംബന്ധിച്ച് പരാമർശിച്ചിട്ടില്ലായിരുന്നിട്ടും അവർ ഇപ്പോൾ ഈ ആവശ്യം ഉന്നയിക്കുകയാണെന്നും ട്രംപ്. ഇറാന്റെ സമുദ്രാതിർത്തിയിൽ US ഏർപ്പെടുത്തിയ നാവിക ഉപരോധം ഉൾപ്പെടെയുള്ള സൈനിക നടപടികൾ പൂർണ്ണമായും പിൻവലിക്കാതെ ഹോർമൂസ് കടലിടുക്ക് തുറക്കില്ല എന്ന ഉറച്ച നിലപാടിൽ ഇറാൻ വിദേശകാര്യ വക്താവ് ഇസ്മായിൽ ബാഗായി. പടിഞ്ഞാറൻ കൊളംബിയയിൽ അതിശക്തമായ ഭൂകമ്പം. റിക്ടർ സ്കെയിലിൽ 7.4 തീവ്രത രേഖപ്പെടുത്തിയ ശക്തമായ ഭൂകമ്പത്തിൽ മരണപ്പെട്ടത് 132 പേർ. 570ഓളം പേർക്ക് പരിക്ക്. ഈ നൂറ്റാണ്ടിൽ ദക്ഷിണ അമേരിക്കൻ രാജ്യമായ കൊളംബിയ നേരിട്ട ഏറ്റവും ശക്തമായ ഭൂകമ്പമെന്ന് റിപ്പോർട്ട്. തകർന്നു വീണ 100 കണക്കിന് കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നവർക്കായുള്ള അടിയന്തര രക്ഷാപ്രവർത്തനം വിവിധ നഗരങ്ങളിൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ പുരോഗമിക്കുന്നു. കൂടുതൽ തുടർചലനങ്ങൾ ഉണ്ടായേക്കാമെന്ന് കൊളംബിയൻ ജിയോളജിക്കൽ സർവീസിന്റെ മുന്നറിയിപ്പ്. ദുരന്തം പുതിയ കൊളംബിയൻ സർക്കാരിന് മുന്നിലെ ആദ്യത്തെ പ്രതിസന്ധി. ഭൂകമ്പത്തിനു പിന്നാലെ 21 തുടർചലനങ്ങൾ ഉണ്ടായതായും കുറഞ്ഞത് 1575 വീടുകളും 18 ആരോഗ്യ കേന്ദ്രങ്ങളും 52 സ്കൂളുകളും തകർന്നതായും പ്രസിഡന്റ്. ഇന്ത്യൻ പാർലമെന്റിൽ പ്രതിപക്ഷ പ്രതിഷേധത്തിൽ ലോക്സഭയും രാജ്യസഭയും ഇന്നും സ്തംഭിച്ചു. വിദ്യാർത്ഥികൾക്ക് നേരെ പെല്ലറ്റ് ഗൺ ഉപയോഗിക്കാൻ ആര് അനുമതി നൽകിയെന്ന് സർക്കാർ വ്യക്തമാക്കണമെന്ന ആവശ്യം ശക്തം. സംഭവത്തിൽ പ്രധാനമന്ത്രി മാപ്പ് പറയണമെന്നും അയോധ്യ സംഭാവന കൊള്ളയിൽ അടിയന്തര ചർച്ച വേണമെന്നും ശക്തമായ ആവശ്യം ഉന്നയിച്ച് പ്രതിപക്ഷ ബഹളം. പാർലമെന്റ് സമ്മേളനം വ്യാഴാഴ്ച അവസാനിക്കാനിരിക്കെ FCRA ഭേദഗതി ബിൽ സഭയിൽ കൊണ്ടുവരാൻ സർക്കാർ നീക്കം. പ്രതിപക്ഷം നിരന്തരം ആവശ്യങ്ങൾ മാറ്റിമറിക്കുകയാണെന്നും കോൺഗ്രസ് ഗോൾ പോസ്റ്റ് മാറിക്കൊണ്ടിരിക്കുകയാണെന്നും JP നദ്ദ. ശബരിമല നെയ്ക്രമക്കേടിൽ ഉന്നതരുടെ പങ്കും അന്വേഷിക്കാൻ നീക്കം നടക്കുന്നതായി വിവരം. ടെൻഡർ അട്ടിമറിക്കാൻ രാഷ്ട്രീയ സമ്മർദ്ദം ഉണ്ടായി എന്ന് സംശയം. PS പ്രശാന്തിനെയും അജികുമാറിനെയും SIT കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യും.
ടെൻഡർ അട്ടിമറിച്ചതിലൂടെ 2.3 കോടിയുടെ നഷ്ടം ബോർഡിനുണ്ടായി എന്ന് നിർണായക കണ്ടെത്തൽ. പമ്പയിലെ ബോർഡ് ജീവനക്കാർക്കും സ്റ്റോർ സൂപ്രണ്ടിനും വീഴ്ചയുണ്ടായി എന്നും ശബരിമലയ്ക്ക് പുറമെ കൂടുതൽ ക്ഷേത്രങ്ങളിലേക്ക് നെയ്യ് എത്തിച്ചതായും വിവരം. മിൽമയ്ക്ക് കരാർ ലഭിക്കുന്നതിന് പ്രശാന്തിന്റെ നേതൃത്വത്തിൽ വഴിവിട്ട ഇടപെടൽ നടത്തിയെന്ന് പ്രത്യേക അന്വേഷണ സംഘം. ഡൽഹിയിൽ സമരം ചെയ്ത വിദ്യാർത്ഥികളെ അധിക്ഷേപിക്കുന്ന പരാമർശം നടത്തിയ RSS സഹയാത്രികൻ TG മോഹൻദാസിനെതിരെ സർക്കാർ ചുമത്തിയത് ദുർബലമായ വകുപ്പുകളെന്ന് സാമൂഹ്യ പ്രവർത്തകയും പരാതിക്കാരിയുമായ സീന ഭാസ്കർ. ആഭ്യന്തര വകുപ്പ് നിയമത്തെ പ്രഹസനമാക്കിയെന്ന് സീന ഭാസ്കർ. അധികാരത്തിലിരിക്കുന്നവരുടെ സൗകര്യത്തിന് ഉപയോഗിക്കാനുള്ളതല്ല നിയമമെന്നും ക്രിമിനൽവൽകൃതമായ കുറ്റം ചെയ്തിട്ടും നിസ്സാര വകുപ്പുകളാണ് മോഹൻദാസിനെതിരെ ചുമത്തിയതെന്നും സീന ഭാസ്കർ. ഈ ന്യൂസ് ബുള്ളറ്റിൻ അവസാനിച്ചു. നന്ദി.